ആ അംസേ, ഞാൻ ഇപ്പൊ പെരയിൽ പോയിരുന്നു നിങ്ങൾ തെരഞ്ഞാണ്ടേ. നിങ്ങള് പെരയിലല്ല, ഇവിടെ പറമ്പിലാണ് പറഞ്ഞു. എന്തായി കല്യാണം പറിച്ചിലൊക്കെ? കല്യാണം പറിച്ചിലൊക്കെ ഏകദേശം കഴിഞ്ഞോ സാർ. ദിവസം ഇങ്ങനെ നടക്കും തോറേ ടെൻഷൻ കൂടും. കല്യാണൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. നിങ്ങളിപ്പോ അതിനിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കണതാ. സംഗതിയൊക്കെ ഇപ്പൊ നേരാ. പണ്ടത്തിന്റെ വിലയൊക്കെ ഇപ്പൊ എനിക്ക് അറിയണല്ലേ. ഓലിപ്പോ നിങ്ങളെ കുട്ടികളെ ചോദിച്ചിട്ടുള്ളൂ, പണ്ടം പണമൊന്നും ഇപ്പൊ ഓല് ചോദിച്ചിട്ടില്ലല്ലോ. പെൺകുട്ടികളെ ഇറക്കി വിടുമ്പോഴേ വെറും കച്ചവടം എങ്ങനെ ഇറക്കി വിടാ? എന്തെങ്കിലും തുറന്ന് നമ്മൾ കരുതണ്ടേ? അതൊക്കെ എന്തേലും വഴി കാണും. പറയും പോലെ നിങ്ങൾ ലോകിയക്കാരാണല്ലോ. എനിക്കിപ്പോ അവിടെ ഇവിടെ കല്യാണം ഉണ്ടാവല്ലോ. എന്തായാലും ഇത് നേരത്തെ തന്നെ കുട്ടികളെയും കൂട്ടിട്ടേ ആണ് വരുവേണ്ടി. എന്തായി കല്യാണ തിരക്കൊക്കെ? അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കണ്ടേ. ഞാൻ ഇന്ന് രാവിലെ എന്റെ അമ്മോശനെ കണ്ടിരുന്നു. സ്വർണത്തിന്റെ വിലക്ക് ആലോചിച്ചിട്ടേ മൂപ്പർക്ക് ഭയങ്കര ടെൻഷൻ. നമ്മളിപ്പോ പണ്ടം വേണം ചോദിച്ചിട്ടില്ലല്ലോ അംസേ. കുട്ടിനെ മാത്രമേ ചോദിച്ചിട്ടുള്ളല്ലോ. അതിനിപ്പോ എന്തിനാ എത്ര ബേജാറാവണം മൂപ്പര്? സംഗതി പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷെ പെൺകുട്ടികളുടെ വാപ്പാർക്ക് ഭയങ്കര ടെൻഷൻ തന്നെയാണ് സ്വർണത്തിന്റെ വില ആലോചിച്ചിട്ട്. ഹംസേ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നിങ്ങളോട് എനിക്കൊരു തരി പൊന്നു വേണ്ടാനുള്ള കാര്യം. ഇനി അതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിലൊരു കുറവുണ്ടാവില്ല. അതിന്റെ ഉറപ്പാണ്. മൂപ്പര് അങ്ങനെ ബേജാറായി നിൽക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് സ്വർണം മേടിച്ചിട്ടുണ്ട്. അത് ഈ ആരോ അറിയാതെ മൂപ്പര് കൊണ്ടേ കൊടുത്തണം. ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ രാവിലെ മൂപ്പരോട് സംസാരിച്ചപ്പോഴേ മനസ്സിന് ഭയങ്കര ടെൻഷൻ. പന കണ്ടപ്പോൾ റാഹത്തായി. കൊടുകൈ നിങ്ങൾ ഇപ്പോഴത്തെ തീരുമാനം അത് നല്ലൊരു തീരുമാനം. നോക്കടാ, ശരി.